നമ്മൾ ഈ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ പൂർവ്വജന്മങ്ങളിൽ നിന്നുള്ള കുറേ പുണ്യം കയ്യിൽ വെച്ചിട്ടാണ് പറയുന്നത്. പണത്തിന് നാണ്യം എന്ന് പറയും അല്ലേ? ഇവിടെ പുണ്യം, കുറേ പുണ്യം കയ്യിൽ വെച്ചിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ജീവിതം ആരംഭിക്കുന്നത്. പക്ഷേ എങ്ങനെയൊക്കെയാണ് അത് ചിലവായി പോകുന്നതെന്നൊരു കണക്കുമില്ല. നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ഓരോ സുഖവും വെറുതെ കിട്ടുന്നതല്ല, ഒന്നും ഫ്രീ ആയിട്ടില്ല. അതിന് പകരം നമ്മുടെ പുണ്യം ഇങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്യുമ്പോൾ നാണ്യം ചിലവാവണ പോലെ ഓരോ സുഖം അനുഭവിക്കുമ്പോഴും നമ്മുടെ പുണ്യം ഇങ്ങനെ കുറഞ്ഞ് പോവുകയാണ്. നമ്മളറിയണമെന്നില്ല. ചില ആൾക്കാരെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, രണ്ട് തരത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ആദ്യകാലമൊക്കെ വളരെ കേമായിട്ടാണ്, ഒരു 10-45 വയസ്സ് വരെയൊക്കെ ഒരല്ലലും അലട്ടും ഇല്ലാണ്ട് ജീവിച്ച ആൾക്കാരാണ്. പക്ഷെ അവസാനമാകുമ്പോഴേക്കും ആകെ ദുരിതം. എന്നാൽ വേറെ ചില ആൾക്കാരെ കാണാം, ചെറുപ്പത്തിലൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്, അവസാനമാകുമ്പോഴേക്കും സമാധാനമായി വളരെ സന്തോഷമായിട്ടിരിക്കണം. രണ്ട് തരത്തിലും കാണാറുണ്ട്. ഈ പുണ്യം മുഴുവൻ ആദ്യം തീർത്താൽ പിന്നെ അവസാനം പിൻകെട്ടഴിക്കാണ്ടാവുള്ളൂ. അതിൽ മുൻകെട്ടിലെ പുണ്യം തീർന്നേ പിൻകെട്ടിലെ പാപമാണ് പിന്നെ അനുഭവിക്കാനുള്ളത്. അങ്ങനെയൊക്കെ പലർക്കും സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ധനവും കൊണ്ടുപോകുന്ന ഒരാൾ കാട്ടിലെന്തൊക്കെ കാണും. ഈ പണം അപഹരിക്കാനായിട്ട് ചില ആൾക്കാരെ കള്ളന്മാരെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഇവൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ കൂട്ടുകാരായിട്ട് കൂടെ കൂടും. എവിടെയെങ്കിലും വെച്ചിട്ട് ഇവനെ ഒന്നുകിൽ അപായപ്പെടുത്തും, അല്ലെങ്കിൽ തല്ലി കുഴിയിൽ കൊണ്ടിടും. എന്നിട്ട് അവർ ധനം കൊണ്ടുപോകും. 5 ഇന്ദ്രിയങ്ങളും മനസ്സും, 6 അമിത്രങ്ങൾ അങ്ങനെയുണ്ടെന്ന് പറയാം. അതുപോലെ കാട്ടിൽ പോകുമ്പോൾ കുറേ ചീവീടുകളുടെ ശബ്ദം കേൾക്കും. ഈ ചീവീടെന്ന് പറഞ്ഞ ജന്തു എവിടെ ഇരിക്കണതെന്ന് ആർക്കും പിടിയില്ല. നമ്മുടെ വീട്ടിലും കേൾക്കാറുണ്ട്. വീട് മുഴുവൻ തിരഞ്ഞു നോക്കും, ഇതിനെ കാണാൻ കിട്ടില്ല. എന്നാൽ ശബ്ദമാണെങ്കിൽ സഹിക്കാനും പറ്റില്ല. അങ്ങനെ ഒരുപാട് ചീവീടുകൾ ഒരുമിച്ച് ശബ്ദിക്കുന്ന ചില സ്ഥലമൊക്കെ ഉണ്ട്. ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുന്നു. വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കും. നമ്മളെക്കുറിച്ച് ചീത്തയാളാണ്, കൊള്ളരുതാത്തവനാണെന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇനി എല്ലാവരും നല്ലതാണ് കേമനാണെന്ന് പറഞ്ഞാലോ അപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ ഈ ഇമേജ് നിലനിർത്തണ്ടേ, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് ഈ ചീവീടിൻ്റെ ശബ്ദം പോലെ എന്ന് പറയാം. വിശക്കുന്ന സമയത്ത് നല്ല ഓറഞ്ച് നിറത്തിലുള്ള മിനുത്ത കായ്കൾ ഇങ്ങനെ തൂങ്ങി നിൽക്കണ കണ്ടാൽ ആരായാലും പൊട്ടിച്ച് തിന്നും. പക്ഷേ അത് ചിലപ്പോൾ കാഞ്ഞിരത്തിൻ്റെ കായായിരിക്കും. കാഞ്ഞിരത്തിൻ്റെ കായ പഴുത്ത് നിൽക്കണ കണ്ടുണ്ട്. ഇതൊരു ഭംഗിയാശുണ്ട്. കാട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതെങ്ങാനും വിശന്നിരിക്കണ ഒരാൾ കണ്ടാൽ ചിലപ്പോൾ കടിച്ചു വരും. അയാൾക്ക് അപ്പം വയറ്റിലുള്ളതല്ല, ഒരു 3-4 ദിവസം മുമ്പ് കഴിച്ചതും കൂടി ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരും അല്ലേ? ഇതുപോലെയാണ് നമുക്ക് കടം തരാം എന്ന് പറഞ്ഞ് സഹായം തരാം എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന ആൾക്കാർ. ഇപ്പോഴത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ബാങ്കുകൾ എന്നൊക്കെ പറയാം. ലോണ് തരാൻ എത്ര ആൾ ഇങ്ങോട്ട് വിളിച്ചു വയ്ക്കുക, ലോണ് വേണം. എങ്ങാനും ഒരെണ്ണം വാങ്ങിപ്പോയാൽ നമ്മൾ എത്ര അവരിൽ നിന്ന് പണം വാങ്ങി അത്ര കൊടുത്താൽ പോരാ. നമുക്ക് മുമ്പ് സമ്പാദിച്ചു വെച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുത്താലും പലിശയിലേക്കായുള്ളൂ എന്ന് പറയാം. അങ്ങനെയൊക്കെയാണ് അവരുടെ സമ്പ്രദായം. അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ചില വസ്തുക്കളുണ്ടാവും, പ്രലോഭനങ്ങളുണ്ടാവും. അതുപോലെ ചില അരുവികൾ ഇങ്ങനെ ഒഴുകലുണ്ടാവും, പാറയിൽ വഴുക്കലുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കണം. ഈ വഴുക്കുന്ന പാറകളെ പോലെയാണ് ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ ഒരു ലേശം ശ്രദ്ധ തെറ്റി പോയാൽ ഏത് അഗാധമായ ഗർത്തത്തിലേക്കാണ് നമ്മൾ പതിക്കുക എന്ന് പറയാൻ പറ്റില്ല. ചില ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ചില സമയങ്ങളുണ്ട്. അവിടെ നമ്മൾ എന്ത് തീരുമാനം എടുത്താലാണ് ശരിയാവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ, ഈശ്വരാധീനമില്ലാതെ അപ്പുറത്തേക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല. എന്നാൽ ഈ അരുവി കടക്കാനായിട്ട് കുറച്ച് വളയിടുന്ന മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് കൂടെ നേരായിട്ടുള്ള വഴിയുണ്ട്, പാലുണ്ട്, കടന്നു പോകാൻ പറ്റിയെന്ന് വരും. പക്ഷെ എളുപ്പപ്പണിക്ക് അങ്ങോട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ റിസ്ക്കും ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ്. അതുപോലെ
കുരങ്ങന്മാരെ കാണാൻ ധാരാളം എന്ന് പറയുകയാണ് മരത്തിലൊക്കെ. അവരിങ്ങനെ ഒരു കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലേക്ക് ചാടിക്കൊണ്ടിരിക്കണം. എവിടെ സ്ഥിരമായിട്ട് ഇരിക്കുകയൊന്നുമില്ല. ഇവിടുന്ന് അങ്ങോട്ട് ചാടുക, ഇവിടുന്ന് അങ്ങോട്ട് ചാടുക. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ കുറേ ആൾക്കാരെ കാണാം. കുറച്ച് നേരം മരത്തിരിക്കുക, പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ പോയിരിക്കുക, പിന്നെ കുറച്ച് നേരം പിന്നിൽ പോയിരിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ പീടിയുടെ തിണ്ണയിൽ പോയിരിക്കുക, അത് കഴിഞ്ഞാൽ വീണ്ടും മറുത്ത് വന്നിരിക്കുക. ഇങ്ങനെ ഒരു കൊമ്പം വന്ന് മറ്റേ കൊമ്പിലേക്ക് ചാടിക്കൊണ്ട് ഇങ്ങോട്ട് ചിരിച്ചാൽ ഇങ്ങോട്ട് ചിരിക്കുക, ഇങ്ങോട്ട് കോപിച്ചാൽ ഇങ്ങോട്ട് കോപിക്കുക. തനി കുറഞ്ഞമാരെ പോലെ അങ്ങനെ ചപലന്മാരായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ ചുറ്റിലും കാണാം. നരന്മാരല്ല, വാ നരൻ എന്നേ പറയാൻ പറ്റും. മനുഷ്യരെ അല്ല തീരുമാനം. മനുഷ്യരെങ്ങനെയാവരുത്. അവർക്ക് ജീവിതത്തിൽ അങ്ങനെ സമയം വെറുതെ കളയാനുള്ളതില്ല. ഓരോ നിമിഷവും ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കാനുള്ളതാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ഇങ്ങനെ കാട്ടിലെ കുറേ ചിത്രങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, ജീവിതത്തിൽ വരുന്നതാണ്. ഇപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ വലിയൊരു മല കണ്ടുവന്നിരിക്കും, തർക്കമില്ലാത്തൊരു കുന്ന്. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഹായ്, ആ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ മേഘങ്ങൾ വന്ന് തട്ടി നിൽക്കണം, അതിൻ്റെ മുകളിൽ കയറിയാൽ എന്ത് രസവും എന്ന് തോന്നി. നമുക്ക് പോകേണ്ട വഴി ഇപ്പുറത്താണ്, പക്ഷെ ആ കുന്നിൻ്റെ അടുത്തേക്ക് പോയാൽ അതിൻ്റെ മുകളിൽ കയറിയാൽ കാണാൻ രസമാവില്ലേച്ചിട്ട് കയറും. ദൂരെ നിന്ന് കാണുമ്പോഴേട്ടോ കുന്നിന് ഭംഗി. അടുത്ത് ചെന്ന് കയറാൻ തുടങ്ങിയാലറിയാം കിതയ്ക്കും. ചില കുന്നൊക്കെ കയറുമ്പോഴേ കാലിൻ്റെ മുട്ട് മൂക്കുമ്പിലടിക്കും. ഞാൻ കയറിയിട്ടുണ്ട്, അഗസ്ത്യാർകൂടമൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പം പറ്റില്ല കേട്ടോ. ആ പ്രായത്തിൽ കാലിൻ്റെ മുട്ട് മൂക്കുമ്പിൽ മുട്ടും. അത്രയും കാല് ഉയർത്തി ഉയർത്തി വെച്ച് പാറയുടെ ഇടയിൽ കൂടെയൊക്കെ വേരുമ്പിലൊക്കെ പിടിച്ച് ഒരു സുഖമില്ല. കയറുന്ന സമയത്ത് യാതൊരു സുഖമില്ല. ചുറ്റുമുള്ള പ്രകൃതി ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. മുകളിലെത്തിയാൽ ആസ്വദിക്കാലോ എന്നാണ് ചിന്ത. പക്ഷേ മുകളിലെത്തുമ്പോൾ അറിയാം മൊട്ട പാറയാണ്. കാക്കയ്ക്ക് ഇരിക്കാൻ തണലുണ്ടാവില്ല, കുടിക്കാൻ ഒരു തുള്ളി വെള്ളവും കിട്ടില്ല. അവിടെ ഒരു സുഖമില്ല. പിന്നെ അവിടെ നിന്നിട്ട് നമ്മൾ ആസ്വദിക്കുന്നുണ്ട് സൗന്ദര്യം. എന്താ? താഴേക്ക് നോക്കിയിട്ട് ദേ അവിടെ നിന്നല്ലേ നമ്മൾ വന്നത്, ഈ വഴി കൂടെയല്ലേ നമ്മൾ വന്നത്. താഴത്ത് നിൽക്കുമ്പോൾ മുകളിലാണ് സൗന്ദര്യം, മുകളിൽ ചെല്ലുമ്പോൾ താഴെയാണ് സൗന്ദര്യം. ഇതുപോലെയാണ് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വലിയ വീട് പണിയെടുത്തും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോന്ന് നേടിയെടുത്താൽ പിന്നെ അതിൽ സുഖമൊന്നുമില്ല. പണ്ട് നമ്മളെ ആ ഓലപ്പരയിൽ കിടന്ന കാലത്ത് എന്ത് രസമായിരുന്നു അല്ലേ. അമ്മ ഉമ്മർത്തൊക്കെ ഇങ്ങനെ ചാണകം മെഴുകുമായിരുന്നു, ഓർമ്മ ഉണ്ടോ? ഇങ്ങനെ നമ്മൾ ആ പഴയ കാലം ഓർത്ത് അതിലൊരു രസം കണ്ടെത്തും. ഇപ്പോഴത്തേലും ഒരു രസമില്ല. മാത്രമല്ല, കുന്ന് കയറിയിട്ടുള്ളവർക്ക്, എപ്പോഴെങ്കിലും കയറിയിട്ടുള്ളവർക്ക് അറിയാം കയറിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ. അങ്ങോട്ട് കയറുമ്പോൾ മുമ്പിൽ നമുക്ക് മണ്ണ് കാണാനുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ മുമ്പിൽ ഒരു കുഴിയെ കാണുക. അതിൽ ഇറങ്ങേണ്ട സമയത്ത് ഭയങ്കരമായിട്ട് പേടിയാവും. കാലിൻ്റെ മുട്ടാണെങ്കിൽ കടകടകടാന്ന് പറയും. എങ്ങാനും ഒന്ന് തെറ്റിപ്പോയാൽ പതനമാണ്. കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ. ഇതുപോലെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് സുഖഭോഗത്തിനാക്കി ഉണ്ടാക്കി വെച്ച വസ്തുക്കളെ ത്യജിക്കാൻ. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ട്, ഇത് പിന്നെ ഒഴിവാക്കണമെങ്കിൽ അതിലും ബുദ്ധിമുട്ടാണ്. ഏറ്റവും നല്ല ഉദാഹരണം മൊബൈലാണ്. ഇത് ബുദ്ധിമുട്ടാണ്, വേണ്ടാത്തതാണ്, ഒഴിവാക്കേണ്ടതാണ്, മനസ്സിൻ്റെ ശ്രദ്ധ പലവഴിക്കാൻ പോകണമെന്നൊക്കെ എല്ലാവരും പറയും. ഒരാൾക്കും അത് ഒരു 10 മിനിറ്റ് കാണാതിരിക്കാൻ പറ്റില്ല. മൊബൈലെങ്ങാനും സൈലൻറ്റിലാണ്, കാണാനുമില്ല എന്നൊക്കെയാണ്, ശ്വാസം മുട്ടണ പോലെയൊക്കെ തോന്നും. റിങ് ചെയ്താൽ പോലും ഈ സാധനം എവിടെയെന്ന് കണ്ടെത്താൻ പറ്റില്ല. എന്തൊരു ബുദ്ധിമുട്ടറിയോ. ഇത് നേടിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു, ഒഴിവാക്കാൻ അതിലും ആണ് ബുദ്ധിമുട്ട്. ശീലമാവുന്നത് വളരെ പെട്ടെന്നാണ് ഓരോ വസ്തു. അങ്ങനെ നമ്മളായിട്ട് നമുക്ക് ഓരോ ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ മലയുടെ മുകളിൽ കയറുന്ന പോലെ ഉണ്ടാക്കി വെക്കും. നമുക്ക് പോകേണ്ട വഴി വേറെയാണ്, ലക്ഷ്യം വേറെയാണ്. അതിൻ്റെ ഇടയിൽ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് കയറി പോയതാണ് ഓരോന്നിൻ്റെ മുകളിലേക്ക്. എന്നിട്ടിപ്പോൾ അതുമൊന്ന് ഇറങ്ങിയിട്ട് വേണം ഇനി വീണ്ടും ഈശ്വരൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. ഇതൊക്കെ വിട്ടിട്ട് വേണം. വളരെ ബുദ്ധിമുട്ടാണ് ആധ്യാത്മികമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഭവാദേവിയിൽ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ ജീവിതത്തെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി തന്നെ നമ്മളെ നമ്മുടെ ജീവിതം പഠിപ്പിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഈ പ്രകൃതിയെ വിശ്വവിദ്യാലയം എന്ന് വിളിക്കുന്നത്.
വിശ്വം തന്നെ വിദ്യാലയമാണ്. അതൊക്കെ